ഹലോ അസ്സലാമലൈക്കും, നഹ്ലസിയ, ഹോപ്പ് യു ഡൂയിങ് വെൽ. ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു എഗ് കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പം നമ്മൾ മുട്ട കൊണ്ട് സാധാരണ മുട്ട മസാലയും അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ഒഴിച്ച് കറി അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കുക. ഇതൊരു വെറൈറ്റി ആയിട്ടൊരു എഗ് കറിയാണ്. ഇപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് ഉപ്പും വിനീഗറും ഒഴിച്ചിട്ട് നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ഇതൊരു പുതിയൊരു ട്രിക്കാണ്. ഞാനതിൽ യൂട്യൂബ് ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ എഗ്ഗ് തൊലിക്കാനുള്ള ഈസി മെത്തേഡാണ്. ജസ്റ്റ് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ സ്കൂപ്പ് ചെയ്യില്ലേ, അതുപോലെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് എഗ്ഗ് ശരിക്കും അതിന്നിങ്ങനെ എടുത്ത് വരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ ഒരു ട്രിക്ക്. എഗ്ഗ് എല്ലാം ഇതേപോലെ ഞാൻ ഫോക്ക് വെച്ചിട്ട് ഇങ്ങനെ ഹോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ മസാല കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു പച്ചമണം പോണ സമയത്ത് നമ്മുടെ എഗ്ഗും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ്ഗ് നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കിയാലോ. അതിന് വേണ്ടി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ബേ ലീഫും പട്ട, ഗ്രാമ്പും ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റുന്നതിന് കൂടെ തന്നെ നമ്മൾ 3 പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം പോകണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാൻ 1 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ആ ടൊമാറ്റോ നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി വേണ്ടത് ഗരം മസാലയും അതേപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ 8-10 കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചതാണ്, അരച്ചതല്ല, പൊടിച്ചതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കുക്കായിട്ട് വരുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ എഗ്ഗ് ഇട്ട് കൊടുക്കാം കേട്ടോ. എഗ്ഗ് മസാലയിൽ പിടിക്കണം. ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള എഗ്ഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും അതുപോലെ നൂൽപുട്ടും എല്ലാത്തിനും കൂടി നമ്മൾ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു എഗ്ഗ് കറി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thanks for watching. Bye from Nahla.